നമസ്തേ. മധ്യകേരളത്തിലെ മനോഹരമായ ഒരു ദേശമാണ് ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ആലപ്പുഴ പട്ടണം ഭംഗിയായി രൂപകൽപ്പന ചെയ്തത്. ഏതാണ്ട് 1762 ഇന്ന് നമ്മൾ കാണുന്ന ആലപ്പുഴയ്ക്ക് ശരിയായ ഒരു രൂപകൽപ്പന നടന്നത്. അന്ന് രാജാ കേശവദാസനായിരുന്നു ദിവാൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം വേലൂത്തമ്പിതള വന്നപ്പോഴും അതൊരു നല്ല തുറമുഖമായി വികസനമൊക്കെ നടത്തി. 1862 305 മീറ്റർ നീളമുള്ള കടൽപ്പാലം നിർമ്മിച്ചു. ലൈറ്റ് ഹൌസും അതോടൊപ്പം തന്നെ ഉണ്ടായി വന്നു. ഈ കടൽപ്പാലത്തിൽ കൂടി വണ്ടിയില് ചരക്കുകള് എത്തിച്ച് കപ്പലില് കയറ്റി ദൂരദേശത്തേക്ക് അയച്ചിരുന്നു. കയറും കൊപ്രയും കുരുമുളകും ചുക്കും ഏലവും കശുവണ്ടിയും റബ്ബർ തേയില തുടങ്ങിയവയൊക്കെ ലോക വിപണിയിലെ സ്ഥാനം പിടിക്കാൻ പ്രധാനപ്പെട്ട ഘടകമായി തീർന്നത് ആലപ്പുഴയിലെ ഈ ഗതാഗത മാർഗം തന്നെയായിരുന്നു. ആലപ്പുഴയുടെ അനന്ത സാധ്യതകളെ കണ്ടെത്തിയത് ഇംഗ്ലീഷ് വ്യവസായിയായിരുന്ന ജെയിംസ് ഡാറയും അദ്ദേഹത്തിന്റെ അളിയൻ സ്മെയിലുമായിരുന്നു. അങ്ങനെ 1859 ഡാറ സ്മെയിൽ എന്ന കമ്പനി സമാരംഭിക്കുകയുണ്ടായി. ചകിരി ഉപയോഗിച്ച് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്ന കമ്പനിയായിരുന്നു അത്. അപ്പൊ ആ കമ്പനി വേണ്ടതുപോലെ വേര് പിടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു പലരും ആലപ്പുഴയില് കയറിന്റെ ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങള് കമ്പനികൾ തുടങ്ങുവാൻ തയ്യാറായി വന്നു. വോൾക്കോട്ട് ബ്രദേഴ്സ്, ആസ്പിരിൻ വാള്, വില്യം ഗുഡേക്കാർ, പിയേഴ്സ് ലെസ്ലി, ബോംബെ കമ്പനി, മധുര കമ്പനി, ആലംപി കമ്പനി, എംപയർ കയർ വർക്ക്സ്, ജനറൽ സപ്ലൈ ഏജൻസി തുടങ്ങി നിരവധി കയർ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ആലപ്പുഴയിൽ സ്ഥാപിതമായി. അന്ന് ആലപ്പുഴയും ചുറ്റുപാടുമുള്ള ആളുകൾ അതുവരെ കഴിഞ്ഞിരുന്നത് കൃഷിയെ ആശ്രയിച്ചായിരുന്നു. കൃഷിസ്ഥലങ്ങളായിരുന്നു ആലപ്പുഴ അതിന്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രധാന ജീവിത ഉപാധി മാർഗമായിരുന്നത്. വളരെ തുച്ഛമായ വരുമാനമാണ് അവിടെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ നാഴി നെല്ലോ ഇടങ്ങഴി നെല്ലോ കിട്ടും. അത് കൊണ്ടുവന്ന് ഉരലിലിട്ട് കുത്തി കഞ്ഞി വെച്ച് രാത്രിയിൽ ഒരുപക്ഷേ വയറു നിറഞ്ഞ് കിടക്കാമില്ലെങ്കിൽ അരവയറോ കാൽവയറോ ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ജനങ്ങൾ. ഈ സമയത്താണ് ആലപ്പുഴയിൽ ഈ കയർ കമ്പനികൾ വരുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ ഈ കമ്പനിയിലേക്ക് ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അല്പം കൂടെ വരുമാനം ഈ കമ്പനിയിൽ കിട്ടാൻ തുടങ്ങി. പക്ഷെ കമ്പനിയിൽ എങ്ങനെ ചിലപ്പോൾ 12 മണിക്കൂർ, 16 മണിക്കൂർ, 18 മണിക്കൂർ ഒക്കെ ജോലി ചെയ്യണം. പിന്നെ ഈ ഇംഗ്ലീഷുകാരാണ് ഇതെല്ലാം പ്രധാന ആളുകൾ. അവരുടെ മൂപ്പന്മാരായിട്ട് നാട്ടുപ്രമാണിമാര് ജോലി ചെയ്യിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം തൊഴിലാളികളെ ഉപയോഗിക്കണം. അതിന് ഒക്കെ വേണ്ടി ഗുണ്ടാസംഘങ്ങളും ഒക്കെ മുതലാളിമാർക്കുണ്ടായിരുന്നു.
ഇനി അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസുകാരെ കൊണ്ട് ഈ തൊഴിലാളികളെ മർദ്ദിപ്പിച്ച് വിരട്ടിയൊക്കെ ധാരാളം ജോലി ചെയ്യിക്കും. അപ്പൊ ഈ തൊഴിലാളികളുടെ ചോരയും നീരുമൊക്കെ ഊറ്റിയെടുത്ത് വെള്ളക്കാരൻ പവനാക്കി മാറ്റി. അതല്ല, പിന്നെ വെള്ളക്കാരനായിട്ടുള്ള സായിപ്പ് കൂലി കൊടുക്കാൻ ഏൽപ്പിക്കുന്നത് മൂപ്പന്മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക്. അത് ഈ നാട്ടിലുള്ള ചില പ്രമാണിമാരെന്ന് പറയുന്നവര്, അവര് മുഴുവൻ കൂലി ഈ പാവങ്ങൾക്ക് കൊടുക്കാറില്ല. അവരൊരു വീതം എടുത്തിട്ട് കൊടുക്കും, ചിലപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് കൊടുക്കും. അപ്പൊ ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില കമ്പോളത്തിലെ വിലയേക്കാളുമൊക്കെ ഇരട്ടിയായിരിക്കും. ചില കമ്പനികൾ എന്ത് ചെയ്യും, രാവിലെ ചെല്ലുന്നവർക്ക് ഒരു ചക്കരക്കാപ്പി ഏർപ്പെടുത്തും. അതിരാവിലെ കുറച്ചു നേരത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ കിട്ടത്തുമില്ല. അപ്പൊ ഈ ചക്കരക്കാപ്പി കുടിക്കുന്നതിന് വേണ്ടി ആളുകളൊക്കെ അതിരാവിലെ ചൂട്ടും കത്തിച്ച് കമ്പനിയിലെത്തും, രാത്രിയിലും ചൂട്ട് കത്തിച്ചാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പാവങ്ങളുടെ അധ്വാനം മുതലാക്കിയെടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് കൊഴുത്ത് മുതലാളിമാര് അങ്ങനെ ജീവിച്ചു വരുന്ന കാലത്താണ് ഒരു ചെറുപ്പക്കാരൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹം ഒരു കമ്പനിയിൽ ചെന്ന് ജോലി ചോദിക്കുകയാണ്. അപ്പൊ തന്റെ അടുത്തുള്ള പലർക്കും ഈ കയർ ഫാക്ടറിയിൽ ജോലി കിട്ടി. വളരെ വൃത്തിയായിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല മുണ്ടും ഉടുപ്പും ധരിച്ച് ഈ ബാവ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പനിയിൽ ചെന്ന് ജോലി ചോദിച്ചു. അപ്പൊ പറഞ്ഞു ജോലിയില്ല. 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെല്ലും, അന്നേരം ജോലിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ്ട് ഒരു മാസം നടന്നു കഴിഞ്ഞപ്പോൾ ആരോ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇത്രയും വൃത്തിയായിട്ട് പോവാതെ ഇത്തിരി മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ചെന്നപ്പോൾ ജോലി കൊടുത്തു എന്ന്. അപ്പൊ ഇദ്ദേഹം വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു, നന്നായിട്ട് ജോലി ചെയ്യും, കാര്യങ്ങളൊക്കെ വളരെ വേഗം മനസ്സിലാക്കി. അങ്ങനെ ഇദ്ദേഹം ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്തു. ഇവിടെ തൊഴിലാളികളെല്ലാം വളരെയധികം ദുഃഖത്തിലാണ്, അവരെ ഊറ്റിയെടുക്കുകയാണ് മുതലാളിമാർ. ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അതിനുവേണ്ടി വളരെ ചിന്താകുലനായി. ചിലയിടത്തൊക്കെ തൊഴിലാളികളുടെ അവകാശങ്ങളെപ്പറ്റി ചിലപ്പോൾ ബോധമുള്ളവനായിട്ട് ഇദ്ദേഹം മാറുകയാണ്. ഇപ്പൊ ഈ പോലീസുകാരുടെയും മുതലാളിമാരുടെയും ചാട്ടവാറടിയും മർദ്ദനവും ഒക്കെ ഇതൊക്കെ ദൈവത്തിന്റെ നിശ്ചയമാണെന്ന് മനസ്സിലാക്കി പാവങ്ങൾ ജോലി ചെയ്ത സ്ഥലത്താണ് ഇദ്ദേഹം കടന്നു ചെല്ലുന്നത്. അപ്പൊ ഏതാണ്ട് 100ഓളം പേരുള്ള ഒരു കമ്പനിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ അകാരണമായിട്ട് ഒരാളെ മർദ്ദിക്കുന്നത് കാണുന്നു. ഉടനെ ഇദ്ദേഹം അതിനെ ചോദ്യം ചെയ്തു. വളരെ തന്റെ അടുത്തോടുകൂടി ചോദ്യം ചെയ്തപ്പോൾ സായിപ്പ് തോക്കുമായിട്ട് ഇദ്ദേഹത്തിന്റെ നേരെ ചാടി. യാതൊരു ഭയവുമില്ലാതെ ഈ തെറ്റിനെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അടുത്ത നിമിഷം ഈ സായിപ്പ് ഇദ്ദേഹത്തിന് കൈ കൊടുക്കുകയാണ്, ഷെയ്ക്കാൻഡ് കൊടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ തൊഴിലാളികളെ കൂട്ടി ഖരാവോ ചെയ്തു. ലോകത്തിൽ ആദ്യമായി ഇതാ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിലാളികളെ അടയ്ക്കുന്ന ഒരു ഖരാവോ ഉണ്ടാവുകയാണ്. ഒരിക്കലും കേരളത്തിലെ കണ്ടിട്ടില്ലത്. അപ്പൊ ഈ ഡെറാസ് മെയിലിലെ ക്രൂരമായ ഈ മർദ്ദനങ്ങളൊക്കെ വാവയെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചു. അവിടെ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ഒരു കമ്പനിയിൽ പോലും ജോലി ചെയ്തു. അവിടെയും ഒരു കാരണവും പറയാതെ ജോലി വെട്ടിക്കുറച്ചു. അപ്പൊ ആരും ജോലിക്ക് പോവേണ്ട എന്ന് ഈ ബാവ ഒരു നിശ്ചയം ഇവരിൽ കൂടിയെടുത്തു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് നടക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേന് ഇദ്ദേഹത്തിനാകെ വിഷമമായി, പണി ഉപേക്ഷിച്ച് പോവേണ്ടി വരും. അങ്ങനെ പലപ്പോഴും ഇദ്ദേഹം ദുഃഖിതനായി. ഒരു കമ്പനിയിൽ ഒരിക്കലും ഓണം എടുത്തപ്പോൾ ഇദ്ദേഹം ഒരു അഡ്വാൻസ് ചോദിച്ചു മുതലാളിയോട്. മുതലാളി ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ മുതലാളിക്ക് അത് കൊടുത്തു തീർക്കേണ്ടി വന്നു. അങ്ങനെ ആദ്യത്തെ ഓണ അഡ്വാൻസ് തൊഴിലാളികൾക്ക് കിട്ടുന്നതും ഇവിടെയാണ്. അപ്പൊ പിന്നെ പല കാര്യത്തിലും ബാവ ഈ അസമത്വത്തിന് അനീതിക്കുമെതിരെയൊക്കെ
പൊരുതണമെന്ന് നിശ്ചയിച്ച് അത്തരത്തില് ചില കാര്യങ്ങൾ നിൽക്കും. ഒരു കമ്പനിയില് ഇതേപോലെ മുദ്രാവാക്യം വിളിച്ചു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അപ്പോ കേരളത്തിലെ ആദ്യത്തെ മുദ്രാവാക്യം വിളിയും പണിമുടക്കും ഒക്കെ അവിടെ നടന്നു. ഈ ചർച്ചയൊക്കെ നടത്തി ഭാവയെ കുറെയൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഭാവിക്ക് ഇതുകൊണ്ടൊന്നും അത്ര തൃപ്തമാവാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ മേല. അപ്പോഴാണിതാ തന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കേശവൻ വൈദ്യരെ അദ്ദേഹം കാണുന്നു. കേശവൻ വൈദ്യരുമായിട്ട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേശവൻ വൈദ്യര് പറഞ്ഞു, എല്ലാത്തിനും പരിഹാരം കാണാനുള്ള ഒരു മഹത്തായ ശക്തിയുണ്ട്, അതാരാണെന്ന് ജിജ്ഞാസയോടെ ചോദിക്കുകയാണ് അദ്ദേഹം. കേശവൻ വൈദ്യര് പറയുന്നു, ശ്രീനാരായണ ഗുരുദേവനാണത്. അങ്ങനെ ഗുരു ഒരിക്കലെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ, ആലപ്പുഴയിലെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ എഴുന്നള്ളുന്ന വിവരം അറിഞ്ഞുകൊണ്ട് കേശവൻ വൈദ്യര് നേരത്തെ തന്നെ ഭാവിയോടെ വിവരം പറഞ്ഞു. ഇതാ തൃപ്പാദങ്ങൾ എത്തുന്നുണ്ട്, നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തൃപ്പാദങ്ങളെ കാണുവാൻ വേണ്ടി ഈ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തുകയാണ്. അങ്ങനെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെത്തിയ ബാബ കാണുന്നത് നൂറുകണക്കിന് ഭക്തന്മാര് ഗുരുസന്നിധിയിൽ നമസ്കരിച്ച് എണീറ്റ് പോകുന്നു, സംതൃപ്തിയോടെ പോകുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ബാവയുടെ ഊഴമായി. അപ്പൊ ഗുരു ചോദിക്കുകയാണ്. അപ്പോ ഈ വൈദ്യരെ ഗുരുവിന് പരിചയമുണ്ട്. വൈദ്യര് പറഞ്ഞു, ഇന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, സ്വാമിയെ കണ്ട് സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ്. അപ്പൊ ബാവയ്ക്ക് എങ്ങനെ ഗുരുവിനെ ഉപചരിക്കണമെന്നൊന്നും അറിയാമല്ലോ. ഒറ്റ ശ്വാസത്തില് കഴിഞ്ഞ കാര്യങ്ങള് അധികം വിസ്തരിക്കാതെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം സ്വാമി, ഞങ്ങൾക്ക് അങ്ങല്ലാതെ ഒരു മാർഗമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം എന്ന് പറഞ്ഞ് സ്വാമിയെ ശരണം പ്രാപിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട രക്ഷാമാർഗം ഉപദേശിച്ചു തരണമെന്നാണ് ബാബയുടെ അപേക്ഷ. അപ്പൊ ഗുരു ചോദിക്കുകയാണ്, നാം അരുളുന്നത് നിങ്ങൾക്ക് രക്ഷയാകുമോ? മറുപടി, തീർച്ചയായും സ്വാമി, അങ്ങ് കൽപ്പിക്കുന്നത് എന്തും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അപ്പൊ ഗുരുവിന്റെ തിരുവചസ് ഇങ്ങനെയായിരുന്നു, ശരി എങ്കിൽ നാം കൽപ്പിക്കുന്നു, തൊഴിലെടുക്കുന്നവരുടെ ഒരു സംഘടന ഉണ്ടാക്കുക, സംഘത്തിന്റെ ശക്തിയിൽ കരുത്തുള്ളവരും സ്വതന്ത്രരുമാവട്ടെ. ഭൂമി മുഴുവൻ പിടിച്ചടക്കിയ ഒരു സന്തോഷമായിരുന്നു ബാവയ്ക്ക്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഗുരുവിന്റെ മുഖം മാത്രമാണ് ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും ഒരു വലിയ ഊർജം തനിക്ക് കിട്ടിയതുപോലെ. പിന്നീട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി തൊഴിലാളികളെ സംഘടിപ്പിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. തൊഴിലാളികളൊക്കെ ഭയമാണ് സംഘടനയുടെ കാര്യം പറയുമ്പോൾ. തങ്ങളുടെ ജോലി പോയാൽ എല്ലാം തീരും. അങ്ങനെ ചിലപ്പോൾ ഭാവി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, രാത്രിയിൽ സന്ധ്യയാകുമ്പോൾ ജോലി കഴിയുമ്പോൾ ഓരോ ജോലിക്കാരന്റെയും കൂട്ടത്തിൽ അയാളുടെ വീട് വരെ പോകും. ചിലപ്പോൾ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ നടക്കണം. അപ്പൊ ഇതിനോടകം സംഘടനയുടെ ആവശ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. ഇന്നൊരു വഴിക്ക് പോയാൽ നാളെ വേറൊരു വഴിക്ക് പോകും. അങ്ങനെ പോയി ഈ സംഘടനാശക്തി ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ മുതലാളിമാരെങ്ങനെയൊക്കെയോ അറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ മുതലാളിമാരെ ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കി ബാബയെ. രക്ഷയില്ലെന്നറിഞ്ഞപ്പോൾ അല്പം പ്രലോഭനങ്ങൾ, നിനക്ക് എത്ര പൈസ വേണേലും തരാം, എന്തൊക്കെ വേണേലും തരാം. അപ്പം ബാബയുടെ ചോദ്യം, പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങള് തൊഴിലാളികൾ സംഘടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ സംഘടിച്ചല്ലേ വന്നിരിക്കുന്നത്? ഏതാനും മുതലാളിമാർ സംഘടിച്ചാണ് ബാബയെ വിളിച്ചത്. അപ്പൊ ചോദിച്ചു, നിങ്ങളൊക്കെ സംഘടിച്ചിട്ടില്ലേ, ഞങ്ങൾ സംഘടിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ബാബ ചോദിക്കുകയാണ്. അങ്ങനെ ആലപ്പുഴ പട്ടണത്തിന്റെ അടുത്തു തന്നെ ഒരു പൊതുയോഗം കൂടുവാൻ തീരുമാനിക്കുന്നു. 1922 മാർച്ച് 31 ക്ഷണക്കത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ക്ഷണക്കത്തടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ഇപ്പൊ ആലപ്പുഴ പട്ടണത്തിന്റെ വടക്ക് കിഴക്ക് ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കളപ്പുര ക്ഷേത്ര മൈതാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി യോഗം തുടങ്ങാനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി ഇരിക്കുകയാണ്. കുറെ ഈ തൊഴിലാളികള് വഴിയുടെ സൈഡിൽ അങ്ങനെ നിരന്നിരിക്കുന്നു, പ്ലാറ്റ്ഫോം ഇരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഇതാ പെട്ടെന്ന് ഒരു കാവ്യവസ്ത്രധാരി ചെറുപ്പക്കാരനായ ഒരു കാവ്യവസ്ത്രക്കാരൻ അവിടെ വരുന്നു. ആളുകൾക്കെല്ലാം ആകാംക്ഷയായി. ആളുകൾ ആരോ പറഞ്ഞു, അയ്യോ അത് ഗുരുസ്വാമിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു ഗുരുസ്വാമി വന്നതായിട്ട് ആളുകൾ അറിഞ്ഞു. പക്ഷേ ഗുരുസ്വാമി ആയിരുന്നില്ല, ഗുരുവിന്റെ വത്സല ശിഷ്യനായിരുന്ന വിവേകാനന്ദ സ്വാമിയെ പ്രകാരമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന് ഇഷ്ടപ്പെട്ടവനായിട്ട് തീർന്നത്. അതേപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ വിവേകാനന്ദനായിരുന്ന സത്യവ്രതസ്വാമിയായിരുന്നു അവിടെ വന്നത്. അങ്ങനെ ചുറുചുറുക്കോടുകൂടി, പ്രസരിപ്പോടുകൂടി, ഈശ്വരീയമായ ചൈതന്യത്തോടുകൂടി, ഗുരു കാരുണ്യത്തോടുകൂടി അവിടെ എത്തിയ സത്യവ്രതസ്വാമിയെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സ്വീകരിച്ചു. അങ്ങനെ സത്യവ്രതസ്വാമി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ബാവ ആദ്യമായിട്ട് കേരളത്തില് ഒരു തൊഴിലാളി സംഘടന, ലേബർ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയാണ് 1922 കാലഘട്ടങ്ങളിൽ. പിന്നീട് അത് ലേബർ അസോസിയേഷനായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1888 തന്നെ ഗുരു വലിയൊരു പരിവർത്തനത്തിന് കേരളത്തിന്റെ തെക്കേയറ്റത്ത് വിജയപാപം നടത്തിയിരുന്നു. പിന്നീട് ടി.കെ. മാധവൻ കുമരകത്ത് കക്ക തൊഴിലാളികളുടെ സംഘടന തുടങ്ങി. അങ്ങനെ ഇതെല്ലാം 1917, 18, 22 കാലഘട്ടങ്ങളിലാണ്. അതൊക്കെ കഴിഞ്ഞ് 16-17 വർഷം കഴിയുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം തന്നെ ഉണ്ടാകുന്നത്. ഏതാണ്ട് 1938 അപ്പൊ ഇങ്ങനെ കേരളത്തിൽ ആദ്യമായി തൊഴിലാളി സംഘടന തുടങ്ങിയത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളോടുകൂടി വാടപ്പുറം ബാവ എന്ന് പറയുന്ന ഈ സുകൃതിയാണ്. തൊഴിലാളി സംഘടനകൾ ഏറ്റവും ആദരവോടുകൂടി സ്മരിക്കേണ്ട ഒരു നാമമാണ്. പക്ഷെ എന്തുകൊണ്ടോ തൊഴിലാളി സംഘടനകളും അതിനെ നയിക്കുന്ന സൈദ്ധാന്തികന്മാരും ബുദ്ധിജീവികളുമൊന്നും കമാന്നൊരക്ഷരം ഈ പുണ്യചരിതന്റെ പേരിനെ പറ്റി പറയാറില്ല. എന്തൊരു വൈപരീത്യം! എല്ലാ തൊഴിലാളി സംഘടനകളുടെയും, കേരളത്തിലുള്ള ഏത് തൊഴിലാളി സംഘടനയാവട്ടെ, ആ തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഓഫീസില് ആദ്യമായിട്ട് വെക്കേണ്ട പടം, ഏറ്റവും മുകളിൽ വെക്കേണ്ട പടം ശ്രീനാരായണ ഗുരുദേവന്റേതും, അതിന്റെ നേരെ താഴെ വെക്കേണ്ടത് സത്യവ്രതസ്വാമികളുടെയും, അതിന് താഴെയായിട്ട് വെക്കേണ്ട പടം എന്ന് പറയുന്നത് ഈ വാടപ്പുറം ബാവയുടെ പടമാണ്. എല്ലാ സംഘടനകളും എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ വാടപ്പുറം ബാവയാണ്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഈ സംഘടനകള് ഒരക്ഷരം മിണ്ടാതെ പോകുന്നു. എന്തൊരു വൈപരീത്യം, എന്തൊരു ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഈ വാടപ്പുറം ബാവയുടെ ജീവചരിത്രം സജീവ് ജനാർദ്ദനൻ എന്ന് പറയുന്നയാൾ എഴുതിയിട്ടുണ്ട്. വാടപ്പുറം ബാവ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പിതാവെന്നുള്ള രീതിയിൽ അല്ലെ ആ ഒരു ഹെഡിങ്ങില് കാണാൻ വളരെ മനോഹരനായിരുന്നു, അല്ല സുമുഖനായിരുന്നു വാടപ്പുറം ബാവ. കറണ്ട് ബുക്സ് ഇത് വളരെ നാളുകൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പൊ ഈ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കാം. ഏതായിരുന്നാലും ശ്രീനാരായണ ഗുരുവിനെ നമസ്കരിക്കുന്ന കേരളം വാടപ്പുറം ബാവയെ വിസ്മരിക്കരുത്. ഗുരുവിന് എപ്രകാരമാണോ ആധ്യാത്മിക ശക്തിയിൽ കൂടി ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തിയെടുത്തത്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ബീജാപാപത്തിൽ കൂടിയാണ്. അങ്ങനെ കേരളവും തൊഴിലാളി പ്രസ്ഥാനവുമൊക്കെ എന്നെന്നും ഗുരുവിനോടും ബാവയോടും കടപ്പെട്ടിരിക്കുന്നു. ഈ മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായിട്ടും ആരാലും ഓർമ്മിക്കപ്പെടാതെ പോയ ആ പുണ്യചരിതനെ നമുക്കൊക്കെ ഒന്ന് ഹൃദയപൂർവ്വം സ്മരിക്കാം. നന്ദി.